അപ്പം ഇന്നത്തോ എന്തോ സ്പെഷ്യൽ എന്തുവാണ് സ്പെഷ്യൽ ഇന്ന്? ഇത് എത്ര വേണം ക്യാരറ്റ് എടുക്കാൻ? ഒരു ക്യാരറ്റ്, പിന്നെ 3-4 ബീൻസാ. ബീൻസ് ക്യാരറ്റൊക്കെ വെച്ച് എന്തെന്നാ പരിപാടി? 3-4 ബീൻസ്, പിന്നെ വേറെ എന്താ? ഇത് എങ്ങനെ അരിയണേ? കുരുകുരാന്നാ? സാറില്ല, നമ്മൾ നാച്ചുറലാണ്. നമ്മൾ നാച്ചുറലായിട്ട് കാണിക്കുള്ളൂ. അല്ലാണ്ട് എഡിറ്റിങ്ങും കാര്യങ്ങളും അല്ലാണ്ട് നമ്മുടെ നീറ്റ്നെസ് എന്ന് പറഞ്ഞതൊന്നുമില്ല. നമ്മുടെ സമയം സൗകര്യമൊക്കെ നോക്കിയിട്ടല്ലേ നമ്മൾ ചെയ്യാവുള്ളൂ. നീയും പണിക്കോളൂ, ഞാനും പണിക്കോളൂ. അതിനകത്ത് ആകാൻ ആ ചായപാത്രമല്ലേ വന്നുള്ളൂ. അത് ഞാൻ മിഞ്ഞാന്ന് പണിക്കൊണ്ടേ ചോറൊക്കെ. അല്ല, ഇത് എന്ത് സാധനം ഉണ്ടാക്കാനാ? പേരില്ല ഇനി. എന്നാലൊരു പേരില്ലാത്ത സാധനോ? അതെന്ത് സാധനമാണോ പേരില്ലാത്തത്? ഇതെങ്ങനെ അരിയണ്ടേ? ചെറുതായിട്ടെന്ന് വെച്ചാൽ എങ്ങനെ കുരുകുരാന്നാണ്? ഇതിനകത്ത് ഇത് വെക്കാനൊരു സാധനം വേണമല്ലോ. സ്റ്റാൻഡും കോപ്പൊന്നുമില്ല. സ്റ്റാൻഡൊന്നും ഇല്ലാത്തതുകൊണ്ട് ഇതെടുക്കുക, ഇത് വെക്കുക. ഇതെങ്ങനെ അരിയണേ കാണിച്ചെന്നേ. എന്തോ ഒരു സാധനം യൂട്യൂബിൽ എവിടെയെങ്കിലും കണ്ടാണ്, അതാണ് ഈ ചെയ്യാൻ നോക്കാം. പേര് ഇട്ട് തിന്ന് കഴിഞ്ഞിട്ട് പറയാം പേര്. ഇത് എവിടെന്നാ കണ്ടുപിടിച്ചേ? യൂട്യൂബിൽ നിന്നാ അതോ ഇൻസ്റ്റേന്നാ? അല്ല, നീ അങ്ങനെ എന്തെങ്കിലും കണ്ട് കിട്ടിയാലാണല്ലോ അത് വെക്കല്. നിന്നെ കാണാൻ തുടങ്ങിയിട്ട് 9 കൊല്ലമായില്ലേ? എടീ, ഇത് കുരുകുരാന്ന് പറഞ്ഞാൽ ഓലത്തന്നെ പോലെ അരിയാനാണെന്ന് ഉദ്ദേശിച്ചത്. ക്യാരറ്റും അതുപോലെ തന്നെ അരിഞ്ഞാൽ മതിയാ? ബീൻസ് ഫ്രൈഡ് റൈസിന് എങ്ങനെ അരിയണേ? കുരുകുരായിട്ട്. ഫ്രൈഡ് റൈസ് ആണോ? ാവൂല. എത്തിയതേ. വേഗരി. ഇത് പിന്നെ എൻ്റെ അടുത്ത് പറയേണ്ട ആവശ്യം എന്തായിരുന്നു? ഞാൻ പിള്ളേരെ വിളിച്ചിട്ടുണ്ടോ? അവിടെ സ്ഥലം വിടും. പോ. ഇത് ഫ്രൈഡ് റൈസ് ആണോ ഉദ്ദേശിക്കണേ? അതായത് ചിന്നൂസ് ഫ്രൈഡ് റൈസ് അതായിരിക്കുള്ളൂ.
ബീൻസ് ഇതുപോലെ തന്നെ അരിഞ്ഞപ്പോലെ. പക്ഷെ എന്നിട്ട് കണ്ണോടെ കാണുള്ള കെട്ടിയോക്കി ആശുപത്രി പോയാ ആലുപോൽ പഴയ ചീട്ടൊക്കെ എടുത്ത് വെച്ചോ. ശനിയാഴ്ച എന്താ പ്രശ്നം? ശനിയാഴ്ച എന്താ പ്രശ്നം പറയോ? കടയിൽ പോണതാ? കടയിൽ പൊക്കോ, ഉച്ചക്ക് പോലെ എന്താ പറ്റില്ല. ആരും ലീവ് ഉണ്ടാ? പിന്നെ ഇത്തിരട്ട് വിളിച്ചു പറഞ്ഞാൽ മതി. വൈഫൈ വേണം. മറ്റേ ഇതിനകത്തേക്ക് അപ്ലോഡ് ചെയ്യാൻ കുഴപ്പമില്ല, യൂട്യൂബിൽ പിടിയുന്നാവുന്നുണ്ട്. മറ്റേ ഇൻസ്റ്റയിൽ അപ്ലോഡ് ചെയ്യാനുണ്ട്. എൻ്റെ പൊന്നെ ദേഷ്യം മാത്രമുള്ള ഇൻസ്റ്റലി എന്തോരം നേരം രാവിലെ എങ്ങാണ്ട് അപ്ലോഡ് ചെയ്യാൻ കൊടുത്തിട്ട് ഞാൻ അപ്ലോഡ് ചെയ്ത് പിന്നെ പുളി എടുത്ത് മാറ്റാണ്ട് പുളി അതിനകത്തിട്ട് പറഞ്ഞു കഴിഞ്ഞാൽ പുളി ഉണ്ടാവില്ല. അപ്പം നല്ലതാണ്, മുട്ടക്കറിക്ക് നല്ലതാണ് അല്ലേ? അല്ല, മുട്ടക്കറി തീർന്നല്ല. നീ കൊണ്ടായിരുന്നാ? ഞാൻ അപ്പം കൊണ്ടുപോയില്ലേ, അത് കഴിഞ്ഞിട്ട് അതിനകത്ത് ഉണ്ടായിരുന്ന കുറച്ചും കൂടെ ഉണ്ടാവും. എന്നിട്ട് അത് ഞാൻ കണ്ടില്ല. ഒരു മുട്ടയും ഇച്ചിരി ഞാൻ കണ്ടില്ല. അപ്പൊ അമ്മ ആരോ കൊടുത്തിട്ടുണ്ട്. പെണ്ണുങ്ങൾ ആരോ കൊടുത്തിട്ടുണ്ട്. മുട്ടയും ഒരു ഇച്ചിരി ചാറും ഉണ്ടായിരുന്നു. പെണ്ണുങ്ങൾ ആരോ കൊടുത്തിട്ടുണ്ട്. ഇത് കുരുവിരാന്ന് അരിഞ്ഞാതെയാ? ഈ മതി, ഈ ഓവറായി കഴിഞ്ഞാൽ ഇതാവും. എനിക്കറിയാൻ പാടില്ല, അവൻ പോയിണ്ട്. ഇത് ഫ്രൈഡ് റൈസ് ആണ് ഉണ്ടാക്കണേ. ഇത് വെന്ത് കാണോ ഈ സാധനം? ക്യാരറ്റും ഇതൊക്കെ ഇനിയിപ്പോൾ എന്ത് ചെയ്യണേ? അതെന്ത് സാധനം? വെളുത്തുള്ളി. സത്യം പറയാം, അത് ഫ്രൈഡ് റൈസ് തന്നെ അല്ലേ? ഇത് കുറച്ചേ ഉള്ളൂ ഇതിനകത്ത്, അതേ ചോദിച്ചേ. അവർ കുറച്ച് ഒഴിക്കാറുള്ളൂടി. പിന്നെ അജിനോമോട്ടൊക്കെ വേണം അതിനകത്ത്, അതല്ലൊരു ടേസ്റ്റ് ഇട്ടുള്ളൂ. വെണ്ണ വെച്ചിട്ടുണ്ട്. ഈ കളത്തിൽ വെച്ച് ഇങ്ങനെ ഊറ്റാണെങ്കിൽ വെള്ളം പോയനെ നല്ലോണം. അത് ഞാൻ ശരിയാക്കാം. നീ ഇതിപ്പോൾ ഇതെന്തൊന്നും ചെയ്യും. ചൂടായ അവര് സവാളയും ക്യാബേജൊക്കെ ഇടുന്നുണ്ട്. അന്ന് നമ്മളിലുണ്ടാക്കും.
ഇതെന്റെയാ. എന്ത് അവരിട്ടോട്ടെ, ഞാൻ എന്റെ രീതിയിൽ ഉണ്ടാക്കുന്നു. ആ മുട്ട പൊട്ടിച്ചൊഴിക്കല്ലേ? ആദ്യം മുട്ട ഇട്ടിട്ടാണ് അത് ചെയ്യണത്. നിക്ക് വെയിറ്റ് ചെയ്. കയ്യിലേക്ക് ഇറച്ചി. ഇത്രയും പൊക്കത്തേക്ക് മതിയോ തോന്നുന്നു. മതി അവിടെ അത്ര ചോറല്ലേ ഉള്ളൂ. ആ അത്രേ ഉള്ളൂ, അത് മതി. ചൂടാണ്. വേണ്ട വേണ്ട, ഇത് മതി. ഓവറായ തിന്നാൻ. അന്ന് അത് പൊട്ടിച്ചത് ഞാൻ ഉണ്ടല്ല, അത് പൊട്ടിച്ചതായിരിക്കും മനഃപൂർവ്വം. ഉപ്പിടല്ലേ? ഇങ്ങോട്ട് വാ, എവിടെ പോണേ? ആ എന്നാ ഓയിൽ ഇച്ചിരി കുറവാ, നല്ലോണം. ഇതിപ്പോ മൊത്തത്തിൽ കൊളാവോന്ന്. ഇനി അതിന്റെ കൂടെ കിടന്ന് വേവൂത്, ചോറിന്റെ ഒക്കെ കൂടെ കിടന്ന്. എന്നടി മതിന്ന്. അത് എന്തൊടുങ്ങി എടി, ഞാൻ ചോറിനോട് ട്രൈ ആവോന്ന്. വെള്ളമില്ല അതിനകത്ത്, കോരിയിട്. അത് എടുത്തിട്. ഞാൻ ഈ ഫോണും പിടിച്ചോണ്ട് അതും ചെയ്യണമെന്ന് പറഞ്ഞാൽ അത് മതി. ഓയില് പറഞ്ഞു വെച്ചിട്ടാണ്. അത് മതി. ഇനി സോയാ സോസും മുളക് പൊടിയൊക്കെ കിട്ടുമെങ്കിൽ ശരിയാവും. കുരുമുളക് പൊടിയല്ല, മുളക് പൊടി ഇടുന്നുണ്ട്. കുറച്ചിടുള്ളൂ, എരിവിട്ടുണ്ടായിരിക്കും. ക്യാപ്സിക്കോ പച്ചമുളകോ ഇതിലൊട്ടും മുട്ടയില്ല. മുട്ടയുടെ എല്ലാം ശരിക്കും ആ സോയാ സോസിന്റെ ടേസ്റ്റ് തന്നെ. ചിക്കനാണ്. അപ്പൊ ഞാൻ മുട്ട ഇട്ടതാ. അപ്പൊ ആ മുട്ട അത് കുറച്ച് വേണ്ട.
ഇതാ ഓവർ വെച്ചാൽ പുളിച്ചിട്ടും ഉണ്ടാവില്ല സോയ സോസിൻ്റെ. ഇച്ചിരി കൂടെ വെച്ചോ, 2 സ്പൂൺ തൊട്ടെ. ഇനി മിക്സിങ്ങ വേഗം മിക്സ് ആകും. ഇവിടെ വെച്ചിട്ടുണ്ടായില്ല. ആവോ ഞാൻ നോക്കില്ല. ഈ മറ്റപ്പാട് കുടയണം, അതാണ്. തെക്ക് ഡ്രൈ ആവട്ടെ, ഡ്രൈ ആവും. നമുക്കൊരു ഏറ്റവും വലിയ വട്ടപാത്രം ഉണ്ടായില്ലേ, അതെന്ത്? ആ ജേഷിന്റെ ഒരു ഏറ്റവും വലിയ വട്ടപാത്രം ഉണ്ടായില്ലേ, അത് മാത്രമേ ഇതിന് അടപ്പ് മൂടിയ പാകാവൂ. മുകളിൽ നമുക്ക് കഴുകിയിട്ട് ഇങ്ങനെ മുകളിലേക്ക് കയറ്റി വെക്കും. ആ അത് വെച്ച് അടിച്ചു വെക്കും. റൈസ് തട്ടിക്കൂട്ട് ഫ്രൈഡ് റൈസ്. തട്ടിക്കൂട്ട് ഫ്രൈഡ് റൈസ്. അപ്പൊ